വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് വളകാപ്പിൻ്റെ ബിഹൈൻഡ് ദ സീൻസിലെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളകാപ്പിൻ്റെത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, ബാക്കി അതിൽ കാണിക്കാത്ത കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇതിൽ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ ഒരു 5:30 ആയപ്പോൾ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പൊങ്കാലിടുന്നതിന് വയറ്റ് പൊങ്കാൽ അങ്ങനെ എന്തോണം പറയണത്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ നല്ല ആരോഗ്യത്തോടെ ജനിക്കണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ നേഹു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു നീ പോയി കിടന്നോ, സാരമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവളും എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിച്ചിട്ടൊക്കെ വന്നപ്പോൾ അമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സംഭവമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പൊങ്കാലേക്ക് ഇട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 6 മണിയായിട്ടോ. 6:30 ആകുമ്പോൾ സാന്ദ്ര വരും ഹെയർ ചെയ്യാനായിട്ട്. പിന്നെ ഒരു 7:30 ആകുമ്പോൾ സാരി ഡ്രേപ്പിസ്റ്റും വരും കേട്ടോ. എനിക്ക് സാരി ഉടുക്കാനായിട്ട് പറ്റില്ല, കാരണം വയറൊക്കെ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് ഉടുക്കാൻ പറ്റാത്തതുകൊണ്ട് സാരി ഡ്രേപ്പിസ്റ്റും വരും. അപ്പോൾ അവരെല്ലാം വരുന്നതിന് മുമ്പ് ഈ പൊങ്കാലയുടെ സംഭവം എല്ലാം നമുക്ക് ചെയ്ത് കഴിയണം. അപ്പോൾ അതിന് നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിപ്പോട്ടോ. 6 മണിയായി തുടങ്ങിയപ്പോൾ തന്നെ. അമ്മൂമ്മ ഇന്നലെയാണ് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ പൊങ്കാലേക്ക് ഇടണമെന്നുള്ള കാര്യം. എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടായിരുന്നു, കാരണം അമ്മയുടെ ഇതിനൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ അമ്മൂമ്മയാണ് വന്ന് പറഞ്ഞത് ഇങ്ങനെ പൊങ്കാല ഇടണം എന്നുള്ള കാര്യം. ഇന്നലെയാണ് പോയി സാധനങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചത്. സാധാരണ എല്ലാവരും വീട്ടിലൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ 7 മാസം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എൻ്റെ ഒരുപാട് ക്ലയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വളകാപ്പിന് ഇപ്പോൾ ഒരുക്കാനായിട്ട് പോയിട്ടുണ്ട്. അവരെല്ലാവരും ഇതുപോലെ ഓഡിറ്റോറിയൊക്കെ എടുത്തിട്ടാണ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലവരിങ്ങനെ പറയും വീട്ടിൽ വെച്ചിട്ടാണെന്നൊക്കെ. പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ഗർഭിണി ആകുമ്പോഴത്തേക്ക് എനിക്ക് വളകാപ്പായിട്ട് നടത്തണം, ഇങ്ങനെ വളയൊക്കെ ഇടണമെന്നുള്ളത്. കാരണം ഇവിടെ അങ്ങനെ ആരും വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് പേരെ വിളിച്ച് ചോദിച്ചു. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഇത് അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഒരു 6:45 അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റാർട്ട് ചെയ്തിട്ടോ. കുറച്ച് താമസിച്ചു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ബ്ലൗസും പാവാടയൊക്കെ ഇട്ടിട്ട് വന്നു. അപ്പോൾ സാന്ദ്രയാണ് എനിക്ക് ഹെയർ ചെയ്ത് തരുന്നത്. അങ്ങനെ നമ്മുടെ പൊങ്കാല ഏകദേശം നല്ല രീതിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി ഐ മേക്കപ്പാണ് ചെയ്തത്. കാരണം ഐ മേക്കപ്പ് ചെയ്യാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത്. ഈ ലെൻസ് ലാഷൊക്കെ വെക്കണം. അപ്പോൾ ലെൻസ് സാന്ദ്രയാണ് വെച്ചത്, ലാഷും സാന്ദ്രയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തത്. എനിക്ക് ഒറ്റയ്ക്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വളകാപ്പായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിൻട്രസ്റ്റിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്ത് എനിക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണം, ഇങ്ങനത്തെ ഐ മേക്കപ്പ് ആയിരിക്കണം, ഇങ്ങനത്തെ ലിപ് ഷെയ്ഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ കല്യാണ സമയത്ത് ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് ഒരുങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആ സമയത്ത് വലിയ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരെന്ത് പറയുന്നത് അത് ഓക്കെ എന്ന് പറഞ്ഞ് പോകുമായിരുന്നു. എനിക്കായിട്ട് അങ്ങനെ സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മിണ്ടാതിരിക്കും. ഇപ്പോൾ ഈ ഒരു മേക്കപ്പ് പ്രൊഫഷനൊക്കെ എടുത്തതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ ഐഡിയാസ് വരുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്നു കേട്ടോ എന്തെങ്കിലും ഞാൻ ഇതുപോലെ ഒരു ബ്രൈഡിനെ പോലെയൊക്കെ ഒരുങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ ആദ്യമേ എനിക്ക് ഈ ഒരു ട്രഡീഷണൽ ഹെയർ സ്റ്റൈൽ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ താമര എനിക്ക് വെക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ താമരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാന്ദ്ര നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാന്ദ്ര ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം കുറച്ച് മേക്കപ്പേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് സാരി ഡ്രേപ്പിസ്റ്റ് ചേച്ചി വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ബാക്കിൽ ഇത് ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതുപോലെ മെസ്സി ബ്രൈഡ് വേണമെന്നുണ്ടായിരുന്നു. മുല്ലപ്പൂവിൻ്റെ ഇടയ്ക്ക് എനിക്ക് 2 താമര വെക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 2 വെച്ചപ്പോൾ കുറച്ച് ഓവറായിട്ട് തോന്നിയുകൊണ്ട് നമ്മൾ ഒറ്റ മാത്രം വെച്ചു. ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ പോയി സാരി ഡ്രേപ്പ് ചെയ്തോട്ടോ. ചേച്ചി കുറേ നേരം വന്നിട്ട് അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ബേസ് കഴിഞ്ഞിട്ട് ഇനി ലിപ്സ്റ്റിക്കും 2-3 കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപർണയും വന്നിട്ടുണ്ടായിരുന്നു. അപർണയ്ക്ക് ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട് കേട്ടോ. അപ്പോൾ സാന്ദ്രയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഉണ്ണിക്കും ഇനിയുണ്ട് ഹെയർ സ്റ്റൈൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സാന്ദ്രയ്ക്ക് പോയി റെഡി ആവാനായിട്ട്. അമ്മൂന് ഹെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മളെ നേഹയാണ്. നേഹ സ്വന്തമായിട്ടാണ് കേട്ടോ ചെയ്തത്. അവർക്ക് ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനായിട്ട് അറിയാം. അങ്ങനെ എല്ലാം കഴിഞ്ഞത് ഏകദേശം ഞാൻ ഫുള്ളായിട്ട് റെഡി ആട്ടോ. എൻ്റെ സഹോദരൻ വന്ന് കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യണം വാ എന്ന് പറഞ്ഞിട്ട് മണ്ഡപത്തിൽ എല്ലാവരും വന്നെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഉണ്ണിയുടെ അടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞാണ് നീ ആ ഹാഫ് സാരിയുടെ പ്ലീറ്റ് ഒക്കെ എടുത്ത് വെക്കുന്നത്. അവസാന നിമിഷം കൊണ്ട് ചെയ്തിട്ട് ഒന്നും ശരിയാവുന്നില്ല കേട്ടോ. പക്ഷെ അമ്മൂൻ്റെ മേക്കപ്പ് ഇതുവരെ കഴിഞ്ഞില്ല. അമ്മു ഹെയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ എങ്ങനെയാണോ വിചാരിച്ചത് അതുപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മേക്കപ്പും സാരി ഡ്രേപ്പിങ്ങും എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണിക്ക് നേരെ ഡ്രേപ്പ് ചെയ്യാനാണ് പോയത്. കാരണം ഉണ്ണിയുടെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഷോളൊന്നും ശരിയാവുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ഡ്രേപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ മരുന്നൻ്റെ അച്ഛനും അമ്മയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 8:30-9 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 11 മണിക്കൊക്കെയാണ് കേട്ടോ നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പയ്യെ പോയെന്നാലും മതി കേട്ടോ. ഒരു 9:30 ആയപ്പോൾ വിളിച്ചു തുടങ്ങിയതാണ്. നമ്മളൊരു 9:45 ആയപ്പോൾ ഇതേ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സുന്ദരിമാരായിരുന്നു കേട്ടോ. നേഹവും അമ്മുവും അപർണ എല്ലാവരെയും കാണാൻ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മളെല്ലാവരും കൂടെ നിന്നപ്പോൾ നല്ല കളർഫുൾ ആയിരുന്നു കാണാനായിട്ട്. എല്ലാവരുടെയും മേക്കപ്പ് നല്ല രസമായിരുന്നു കേട്ടോ. അപർണയാണ് കൂടുതൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്തു കൊടുത്തത്. ഇവിടുന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ കേട്ടോ ഓഡിറ്റോറിയത്തിൽ. അങ്ങനെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മാത്രം ഉണ്ടായിരുന്നു കേട്ടോ. അരുന്നൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും പിന്നെ അരുന്നൻ്റെ ഒരു റിലേറ്റീവ് എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം എല്ലാവരും വരാൻ സമയമാവുന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെല്ലാവരും നല്ല കളർഫുള്ളായിരുന്നു. പർപ്പിളും യെല്ലോ ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ എല്ലാവരും കാണാനായിട്ട്.
ആൾക്കാർക്ക് വരാൻ സമയമാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. നമ്മുടെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നത് സാന്ദ്രയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ചേട്ടനാണ് ഫോട്ടോഗ്രാഫിയും ഫോട്ടോ എല്ലാം എടുത്തു തന്നത്. ഇന്നലത്തെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് തന്ന ചേട്ടനാണ്. പറയാതിരിക്കാൻ വേണ്ട 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് എല്ലാം എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോയും എല്ലാം 2 ദിവസത്തിനകത്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. സാധാരണ ഏറ്റവും കൂടുതൽ ലേറ്റ് ആക്കുന്ന ഈ ഫോട്ടോഗ്രാഫേഴ്സാണ്. കാരണം അവർ ഒരുപാട് ടൈം എടുക്കും എഡിറ്റ് ചെയ്യാനും തരാനൊക്കെ. പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തിരിക്കാൻ കേട്ടോ. ഏകദേശം ഒരു 11 മണിയപ്പോൾ തന്നെ നമ്മുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ചടങ്ങ് തുടങ്ങുമ്പോൾ തന്നെ അരന്തണ്ണാണ് കേട്ടോ ഹാരമൊക്കെ ഇട്ട് തന്നു. പിന്നെ മഞ്ഞളൊക്കെ തേച്ച് തന്നിട്ട് കയ്യിൽ 2 കയ്യിലും കുപ്പിവള ഇട്ട് തന്നു കേട്ടോ. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് ബാക്കി എല്ലാവരും ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ട് ചെയ്യേണ്ടത് അരന്തണ്ണ അമ്മയാണ് കേട്ടോ. അരന്തണ്ണ ചെയ്ത് കഴിഞ്ഞാൽ അമ്മയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അരന്തണ്ണ അമ്മ വന്നു പലഹാരങ്ങളെല്ലാം തന്നു. മഞ്ഞളൊക്കെ ഇട്ട് ഈ ഒരു വളയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അമ്മ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അമ്മ ഇട്ട് തന്നു കേട്ടോ. ഇതായിരുന്നു എൻ്റെ അമ്മുമ്മയാണ്. അപ്പോൾ അമ്മുമ്മയൊക്കെ ഇട്ട് തന്നു. പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് ഇട്ട് തന്നു കേട്ടോ. ഇതിനിങ്ങനെ ആണും പെണ്ണൊന്നുമില്ല. പക്ഷേ കൂടുതലും ഈ അമ്മുമ്മമാരും ചേച്ചിമാരൊക്കെയാണ് നമുക്ക് വന്ന് ഇട്ട് തന്നത്. അപ്പോൾ അമ്മുമ്മയ്ക്ക് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് വന്ന് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് മഞ്ഞളിടാനും വളയിടാനും ഒക്കെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ. കാരണം ഒരുപാട് പേരിങ്ങനെ നമ്മളെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ. ഫുൾ അറ്റൻഷൻ നമ്മുടെ മേലായതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നല്ല ഇങ്ങനെ പേടിച്ചതുപോലെയാണ് വിഷമിച്ചതുപോലെ ഇരുന്നത്. കാരണം എനിക്ക് പേടിയായിരുന്നു ഇത്രയും പേര് ഒരുമിച്ച് കണ്ടപ്പോൾ. ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു മണ്ഡപത്തിലിരിക്കുന്നത്. ഇങ്ങനെ ഇത്രയും പേര് ഫേസ് ചെയ്തിട്ട് അതിൻ്റെ നല്ല ടെൻഷനും കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു. അരന്തന്നെ സ്റ്റേജിലൊന്നും ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഭയങ്കര ചമ്മലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. അപ്പോൾ അരന്തന്നെ പറഞ്ഞില്ല അവളുടെ ചടങ്ങല്ല അവൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെയല്ല 2 പേർക്കാണ് പലഹാരം കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് പിന്നെ രണ്ടാമത് പോയി പിടിച്ചുകൊണ്ട് വന്നതാണ് അരന്തന്നെ. അതിനുശേഷം അരന്തൻ്റെ വല്യമ്മമാരും അമ്മമ്മമാരും കുഞ്ഞേയും എല്ലാവരും കൂടെ വന്ന് പലഹാരമൊക്കെ തന്ന് വളയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാനും അരന്തൻ്റെ കൂടെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മണ്ഡപം ബുക്ക് ചെയ്യുന്നതും ഫുഡും ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്നു കേട്ടോ 2 വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കരുത്. നമ്മളെല്ലാം ചെയ്തിട്ട് അവരെ ഇങ്ങനെ നിർത്താൻ മാത്രം ഇങ്ങനെ ഇതാക്കിയിരിക്കണം. ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കണമെന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ കല്യാണമൊക്കെ അവരാണല്ലോ എല്ലാം ചെയ്തത്. എൻ്റെ കല്യാണമൊക്കെ ഫുള്ളും എൻ്റെ വീട്ടുകാരാണ് നോക്കി. അപ്പോൾ നമുക്ക് ആ സമയത്ത് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ വരുമ്പോൾ ഫുള്ള് നമ്മൾ തന്നെ എല്ലാം നോക്കി ചെയ്യണമെന്നൊക്കെ എനിക്ക് വരുന്നുണ്ട് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഫുഡിൻ്റെയും ഡെക്കറേഷൻ്റെയും ബാക്കി പരിപാടികളെല്ലാം മുന്നേ തന്നെ എല്ലാം പറഞ്ഞ് ബുക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഗോപുവിൻ്റെ അമ്മയാണ്. അപ്പോൾ ഗോപിക ഇല്ല കേട്ടോ. ഗോപിക ദുബായിലോട്ട് പോയി MSc ചെയ്യാനായിട്ട്. ഇനി ഒരു 1-2 വർഷമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. കുറേ പ്രാവശ്യം വീഡിയോ കോളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് നല്ല വിഷമമായി, നമുക്ക് നല്ല വിഷമമായി. അപ്പോൾ അവൾ നല്ലൊരു കാര്യത്തിന് പോയിട്ട് നമ്മൾ പിന്നെ ഒരുപാടുള്ള വിഷമിപ്പിച്ചില്ല കേട്ടോ. പക്ഷേ ഈ അവസാന നിമിഷം അപർണയുടെ കല്യാണവും എൻ്റെ ഡെലിവറിയൊക്കെ ആയപ്പോൾ അവൾ പോയതിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ അവളുടെ കരിയർ നോക്കണമല്ലോ എന്നുള്ളൊരു ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗോപികയുടെ അമ്മയാണ് വന്നിട്ടുണ്ടായിരുന്നു. ഗോപിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റ് അരന്തൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ വന്നത്. ഇവരൊക്കെ വന്നപ്പോഴാണ് നമ്മളൊന്ന് കൂളായത്. കാരണം വന്നിട്ട് കൂടുതൽ അരന്തനാണ് എല്ലാവരും മേക്കപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഈ മഞ്ഞൾ ഇട്ട് കൊടുക്കാനും വളയൊക്കെ എടുത്ത് അരന്തൻ്റെ കയ്യിലാണ് എല്ലാവരും ഇട്ട് കൊടുക്കാനായിട്ട് നോക്കിയത്. എല്ലാവരും ഗോപി പൊട്ടൊക്കെ വരച്ച് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ ആ സമയത്താണ് കുറച്ച് കൂളായത്. പിന്നെ നമ്മുടെ ദിവിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഓടി നടന്ന എല്ലാവരുമായിട്ട് കമ്പനിയായ ഒരാളാണ് കേട്ടോ ദിവിക്കുട്ടൻ. എൻ്റെ കൂട്ടുകാരുടെ മോളൊക്കെ വന്നപ്പോഴും JCB ഒക്കെ കൊണ്ടുകൊടുത്ത് ഇങ്ങനെ സോപ്പ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ദിവിക്കുട്ടൻ ഫുള്ളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ വയറിലൊക്കെ കൈവച്ച് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനായിരുന്നു കേട്ടോ ഇന്നത്തെ ഓൾ റൗണ്ടർ. നമ്മുടെ റിലേറ്റീവ്സും പിന്നെ നെയ്ബേഴ്സും ഫ്രണ്ട്സും എല്ലാവരും വളയൊക്കെ ഇട്ടതിന് ശേഷമാണ് ലാസ്റ്റാണ് അച്ഛനും അമ്മയും കൂടെ വളയൊക്കെ ഇട്ട് തരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചാണ് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ വലിയവരും റിലേറ്റീവ്സും ഫ്രണ്ട്സും ബാക്കി എല്ലാവരും ഈ ചടങ്ങുകളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാൻസ് തുടങ്ങി കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിടേ, എന്നെ വിളിക്കരുത്, ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ വിളിച്ചുകൊണ്ടാണ് പോയത്. നല്ല ഭംഗിയായിട്ട് എല്ലാവരും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതിനേയും കാട്ടിൽ ഞാൻ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് തെറ്റുന്നു, പക്ഷേ മൂന്നുപേരും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലോങ് വീഡിയോ ഉണ്ട് കേട്ടോ, ഫുള്ളായിട്ട് ഇവർ ഡാൻസ് കളിച്ചതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതും കൂടെ അപ്ലോഡ് ചെയ്തേക്കാം അടുത്ത വീഡിയോ ആയിട്ട്. മൂന്ന് പേരുടെയും ഡ്രസ്സും എല്ലാം കൂടെ നല്ല രസമായിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു മൂന്ന് പേരും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോസിലും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാവരും ഓരോരോ കളേഴ്സാണ്, നല്ല കളർഫുള്ളായിരുന്നു. അങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയി. പിന്നെ അതിനുശേഷം എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു എടുക്കാനായിട്ട്. ഇതൊക്കെ തേച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണമായിരുന്നു. അരന്തന്നെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണാനില്ല, കാരണം അരന്തൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ സദ്യയൊക്കെ വിളമ്പുന്നത്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് അരന്തന്നെ താഴെ വന്ന് നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം അവർ മാത്രം ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാനായിരുന്നു ഒറ്റയ്ക്ക് ഫുൾ ടൈം ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ പോയാണ് വിളിച്ചുകൊണ്ടൊന്നും അരന്തന്നെ. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ, ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തോട്ടോ, ഇതിലാണ് അരന്തന്നെ കാണാത്തത്. പിന്നെ ഇപ്പോൾ അരന്തന്നെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവരും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എനിക്ക് നമ്മളെല്ലാവരും കൂടെ നിന്നൊരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണിയുടെ പിറകെ നിൽക്കുന്ന ആരാണെന്ന്. അതെൻ്റെ സ്വന്തം സഹോദരനാണ് കേട്ടോ. ഞാനും സഹോദരനും ഉണ്ണിക്കുട്ടി, നമ്മൾ 3 പേരാണോ ഉള്ളത്. അങ്ങനെ വീഡിയോസിലൊന്നും കാണിക്കാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിഞ്ഞൂട്ടോ കേട്ടോ. കഴിഞ്ഞ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുൾ ഫാമിലി. പിന്നെ അമ്മ ചിരിക്കൂല കേട്ടോ, എന്ത് ഫോട്ടോ വന്നാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗോഷ്ടി അണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറയണമെന്ന് ചിരിച്ച് മിണ്ടാതെങ്കിലും ഈ ഫോട്ടോയിലെങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മളും നമ്മുടെ സിബ്ലിങ്സും മാത്രമായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞാനും അരന്തനും കൂടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തിട്ടോ, കാരണം അതിൻ്റെ ഇടയ്ക്കൊന്നും വലുതായിട്ട് കിട്ടിയില്ല. അരന്തൻ്റെ ഇടയ്ക്കൊക്കെ പോയതുകൊണ്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മളും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വിചാരിച്ചതിനെക്കാട്ടിലും നല്ല ഭംഗിയായിട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല രീതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒരുപാട് പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല സന്തോഷം കേട്ടോ, കാരണം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. നമ്മുടെ സാന്ദ്രേ സുയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒരു വർക്കുണ്ട്, അപ്പോൾ അതിന് പോകണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അരന്തൻ്റെ 2-3 ഫ്രണ്ട്സും വൈഫൊക്കെ ആയിട്ട് വന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ലേഖാമി വെച്ചാ അപർണച്ചി വെച്ചാ ഗേൾ ബേബി വേണോ ബോയ് ബേബി വേണോ? എനിക്ക് ഗേൾ ബേബിയാണ് താല്പര്യം. ബോയ് ബേബി വേണോ? ഗേൾ ബേബി വേണോ ബോയ് ബേബി വേണോ? ബേബി വേണോ? ബോയ് ബോയ് മതിയാ? പറ, ഉറച്ചു പറ. ബോയ്. ഗേൾ ഓർ ബോയ്? ഗേൾ ഓർ ബോയ്? ഗേൾ. ഗേൾ. ഗേൾ ആണോ ബോയ് ആണോ? വാ വാ. ആ ഗേൾ. ആ ഗേൾ. ഗേൾ. ഓക്കേ. ചാങ്കുച്ച. പെങ്കുച്ച ആങ്കുച്ച? ആങ്കുച്ചാണോ പെങ്കുച്ചാണോ? പെങ്കുട്ടി. ആങ്കുച്ചണ? ആണ്. ഗേൾ ഓർ ബോയ്? പറ. ഗേൾ അല്ല ബോയ്. ബോയ്. ഗേൾ ഓർ ബോയ്? ഗേൾ. ഗേൾ ഓർ ബോയ്? ബേബി ഗേൾ ഓർ ബോയ്? ഗേൾ ഓർ ബോയ്? പറയാമോ? ഗേൾ. ബേബി വേണോ ബോയ് ബേബി വേണോ? ബോയ് ബേബി. ബോയ് വേണോ ബേബി ഗേൾ വേണോ? ബേബി ബോയ് ഓർ ഗേൾ? ബോയ്. ഗേൾ ബേബി ഓർ ബോയ്
boy baby. അങ്ങനെ കൂടുതൽ ഓട്ടം വന്നിട്ടുള്ളത് ബോയ്ക്കാണ് കേട്ടോ. എല്ലാവരും ബോയ്ക്കാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും പറഞ്ഞതും ബോയാണ് കേട്ടോ. ഗേള് പറഞ്ഞത് ഭയങ്കര കുറവായിട്ടുള്ള ആൾക്കാരാണ് ഗേള് പറഞ്ഞത്. പിന്നെ അതിനുശേഷം നമ്മൾ നേരെ സദ്യ കഴിക്കാൻ വന്നു കേട്ടോ. ലാസ്റ്റ് ഒരു പന്തിയിലാണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്നത്. ഇത് കഴിഞ്ഞിട്ട് അരുന്നൻ്റെ ഫ്രണ്ട്സ് കൂടെ ഇനി കഴിക്കാനായിട്ടുണ്ട്. എനിക്ക് നല്ല രീതിക്ക് സദ്യ ഒന്നും ആസ്വദിച്ചൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഈ ഫംഗ്ഷൻ്റെ സന്തോഷവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഗ്യാസ് കയറിയിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ചായയുടെ പുറത്താണ് ഫുൾ നിന്നുണ്ട്. പിന്നെ ഫുള്ള് മധുര പലഹാരങ്ങളാണ് എല്ലാവരും തന്നത്. അപ്പോൾ അതിൽ തന്നെ പകുതി വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നുള്ള കമൻറ്റ് ചെയ്യട്ടെ. ഗേളാണോ ബോയാണോ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ താഴോട്ട് പോയിട്ട് അപ്പോൾ ആരോ ഒരുപാട് പേര് ഇങ്ങനെ ബോയ് പറഞ്ഞതുകൊണ്ട് ആരോ ഇത് ഗേളുടെ കുറേ എടുത്ത് വരച്ചിട്ടുണ്ട്. പിന്നെ ദിവിക്കുട്ടനെ വരച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മോൻ. പിന്നെ അതിനുശേഷം വീണ്ടും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഉണ്ണിയുടെ ഫ്രണ്ടാണ് കേട്ടോ. പാവ അവൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബലൂൺ ഡെക്കറേഷൻ ഇങ്ങനെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം കാണിച്ചില്ല. അങ്ങനെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് വന്നപ്പോഴത്തേ നമ്മൾ ഒരാൾ ഓടി വരികയാണ് കേട്ടോ. ചോക്കാണ് ഇത്രയും നേരം ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം എനിക്ക് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു നമ്മുടെ ഫ്രെയിം ചെയ്യാനായിട്ട്. പക്ഷെ പറ്റിയില്ല കേട്ടോ. കാരണം എല്ലാവരും തിരക്കിലായിരുന്നു. ഓരോന്നും കൊണ്ടുകൊടുക്കാനും ബാക്കി എല്ലാത്തിനും തിരക്കിലായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു ഫോട്ടോയെങ്കിലും എടുക്കണമെന്നുള്ളത്. അപ്പോൾ എന്തായാലും കുഞ്ഞിൻ്റെ നൂലിട്ടൊക്കെ വരുമ്പോൾ എന്തായാലും ചോക്കോനെ വെച്ചൊരു ഫോട്ടോയൊക്കെ എടുത്ത് നമുക്ക് എന്തായാലും ഫ്രെയിം ചെയ്യണം. വീട്ടിൽ കയറുന്നതിന് മുന്നേ ഈ ഒരു ചടങ്ങ് പോലെ ഉണ്ടായിരുന്നു. ഇത് അമ്മൂമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്തിട്ട് കയറണമെന്നുള്ളത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലല്ല കേട്ടോ നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ഞാനും അരന്തൻ്റെ കൂടെ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ച് വീട്ടിൽ പോകുന്നില്ലേന്ന്. ഇല്ല കേട്ടോ, ഞാൻ അരന്തൻ്റെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം അമ്മ ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മുടെ ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ സഹോദരൻ. അപ്പോൾ എന്തായാലും ഒരു 2 മാസത്തിനകത്ത് അവർ ഇങ്ങോട്ട് വരും. അപ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കഴിഞ്ഞ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ, ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ അമ്മ ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 വീട് മാറിയാണ് കേട്ടോ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഉടനെ ഈ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ അവർ വരാണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നില്ല, ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിലായിരിക്കുമല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഫുൾ ടൈം ഇവിടെയാണ് നിൽക്കുന്നത്, ചോക്കയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ വിളക്കിങ്ങനെ 2 തിരിയിട്ട് കത്തിച്ചിട്ട് ഇത് കൊണ്ടിങ്ങനെ കയറണം കേട്ടോ, അണയാതെ. എനിക്ക് പെട്ടെന്ന് എൻ്റെ കല്യാണ സമയമൊക്കെയാണ് ഓർമ്മ വന്നത്. ഇതേ ഡ്രസ്സായിരുന്നു കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ തന്നെ ഇങ്ങനെ വിളക്കൊക്കെ തന്നാണ് കയറ്റിയത് കേട്ടോ. എനിക്ക് പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം അറിയിക്കട്ടെ. എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത്, നിങ്ങളുടെ കമൻറ്റ്സൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി ഓരോ വീഡിയോസായിട്ട് അടുത്തടുത്ത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ വളകാപ്പിൻ്റെ വീഡിയോസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ബോറടിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ വളകാപ്പിൻ്റെ വീഡിയോ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളെല്ലാം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക.